ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലും മലപ്പുറം പരപ്പനങ്ങാടിയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വിവിധ വീടുകൾക്ക് മുകളിൽ മരം വീഴുന്നൊരു സാഹചര്യമുണ്ടായി. സ്കൂളുകളുടെ മേൽക്കൂര പറന്നു പോകുന്നൊരു ഘട്ടവും ഉണ്ടായി. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടന്തല LP സ്കൂളിലാണ്. ഇവിടെ സ്കൂളിൻ മേൽക്കൂരൊക്കെ തന്നെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കാം, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇന്നലെ രാത്രി ശക്തമായ കാറ്റിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഈ സമീപ പ്രദേശത്ത് മൊത്തം അതിൻ്റെ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. മരങ്ങൾ വീണിട്ടുണ്ട്. ഒരുപാട് ഇത് നമ്മുടെ സ്കൂളിന് നല്ലൊരു നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെയുള്ള കളി ഉപകരണങ്ങളുണ്ട്. അത് ഒരു 1/2 കിലോമീറ്റർ ദൂരെയാണ് ഇത് കാറ്റ് കൊണ്ടുപോയിട്ട് കിടക്കുന്നത്. വളരെ വലിയൊരു നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ടാൽ തന്നെ അറിയാവുന്നതാണ്. മേൽക്കൂരൊക്കെ പറന്നു പോയല്ലേ? മേൽക്കൂരൊക്കെ പറന്നുപോയി. ഇതൊരു ചുഴലി കാറ്റായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇത് കടപ്പുറം പരപ്പനങ്ങാടിയിൽ നിന്ന് വരുന്ന ഒരേ ലൈനിൽ വന്ന ഒരു ഇൻസിഡൻസാണ്. അപ്പോൾ ഈ ഭാഗത്ത് മൊത്തം ഈ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. സ്കൂളിന് കുറച്ച് കൂടുതലായിട്ട് ഉള്ള പ്രശ്നങ്ങളുണ്ടായി. ടീച്ചർ, ഇതിപ്പോൾ ഒരുപാട് പ്രവൃത്തി നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയല്ലേ? അതെ. ഇപ്പം നാളെ ക്ലാസ് നടത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് പ്രയത്നം എടുത്താൽ മാത്രമേ നമുക്ക് നാളെ ക്ലാസ് നടത്താൻ സാധിക്കുള്ളൂ. പിന്നെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളുള്ള സമയത്തായില്ല എന്നുള്ളത് കൊണ്ട് കൂടുതൽ അപകടം ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇത് നല്ലൊരു അപകടം തന്നെയായി മാറുമായിരുന്നു. ഈ പരപ്പനങ്ങാടിയിൽ ഒരുപാട് വീടുകൾക്ക് മുകളിലൊക്കെ മരം വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് വീടുകളുടെ മുകളിലേക്ക് മരം വീണിട്ടുണ്ട്. ഞങ്ങൾ